ഹായ് ഹോൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു അര കപ്പ് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു കപ്പിൽ 1.5 സ്പൂൺ കോൺഫ്ലോറും ബാക്കി നമ്മൾ മൈദയും കൂടി ചേർത്തിട്ട് ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 സ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് അരിച്ചെടുക്കുന്നുണ്ട്. ഇനി ഒരു വിസ്ക് വെച്ചിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ കേക്ക് മിക്സ് ഒന്ന് മാറ്റി വെക്കുക. ഇനി നമുക്ക് മിക്സിയുടെ ജാറിൽ 4 മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. ഇതിലോട്ട് 1 സ്പൂൺ വാനില എസൻസ് കൂടി ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പഞ്ചസാര പൊടി കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് അടിച്ചെടുക്കുക. ശേഷം നമ്മൾ ഒരു അര കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൂടി ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പൗഡർ മിക്സ് ഉണ്ടായിരുന്നല്ലോ, അത് നമ്മൾ അരിപ്പയിൽ കൂടി ഒന്നിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ലാസ്റ്റായിട്ട് നമ്മൾ അര ടീസ്പൂണാണ് ബേക്കിംഗ് സോഡയിലോട്ട് 1 ടീസ്പൂൺ വിനെഗർ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഒരേ ഡയറക്ഷനിലായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമ്മൾ ഓവനിൽ വേണമെങ്കിൽ അങ്ങനെ ബേക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇതേപോലെ ഒരു പഴയ ഫ്രൈ പാൻ വെച്ചിട്ട് അതിലോട്ട് നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് ഞാൻ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. നമ്മൾ ബാറ്റർ ഒഴിച്ച ശേഷം ഒരു 3-4 തവണ ഒന്ന് തട്ടി എടുത്തതിന് ശേഷം വേണം നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട് വെക്കാനായിട്ട്. ഇതിപ്പോൾ ഓവനോ ബീറ്ററോ ഒന്നും ഇല്ലാണ്ടാണ് ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഓവൻ സെറ്റപ്പിൽ വേണമെങ്കിൽ അങ്ങനെയും ബേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു കേക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.